വൈകാരിക പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിലെ പരാതിക്കാരി. ധൈര്യം നൽകിയതിന് ദൈവത്തിന് നന്ദി എന്നാണ് സമൂഹ മാധ്യമ പോസ്റ്റ്. ഭൂമിയിൽ പിറക്കാത്ത നിലവിളികൾ ദൈവം കേട്ടു. പിറക്കാതെ പോയ കുഞ്ഞ് സ്വർഗത്തിലിരുന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നും ആദ്യ കേസിലെ അതിജീവിത ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. റിനു, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പീഡന പരാതി നൽകിയ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് കുറിപ്പിൽ പറയുന്നത്? ജിക്ക് ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് ആദ്യ പരാതിക്കാരി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതിജീവിത പ്രതികരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇരുട്ടിൽ ചെയ്ത പ്രവൃത്തികൾ ദൈവം കണ്ടെന്നും മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് തങ്ങളോട് ക്ഷമിക്കട്ടെ എന്നും അതിജീവിത തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എങ്ങും എത്താതിരുന്ന നിലവിളി ദൈവം കേട്ടെന്നും തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമേ, എല്ലാ വേദനകളും വിധികളും വഞ്ചനകളും സഹിച്ചു മുന്നോട്ട് പോകാൻ ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ അയാൾ ചെയ്ത പ്രവൃത്തി നീ കണ്ടു. ലോകത്തിനു മുന്നിൽ എത്താതിരുന്ന നിലവിളികൾ നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്തു പിടിച്ചു. ആ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ. തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനില്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വൈകാരികമായാണ് ഈ പരാതിക്കാരി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. നമുക്കറിയാം, ആദ്യ പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നു വന്നത് ഈ പരാതിക്കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് ആ കേസ് കസ്റ്റഡിയിലെടുക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. കർണാടകയിൽ അടക്കം അന്വേഷണ സംഘം വലിയ രീതിയിൽ വലവരിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയില്ല. പിന്നീട് അദ്ദേഹത്തിന് കോടതി ജാമ്യം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2 കേസുകളിലും ജാമ്യം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ വലിയ വൈകാരികമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ. ജിക്ക്, നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാം. റിനു ശ്രീധറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ആദ്യ പരാതിയുമായി എത്തിയ അതിജീവിതയുടെ അതിവൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പിലെ വരികളാണ് ഇപ്പോൾ റിനു ശ്രീധർ നമ്മളോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.